നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. എല്ലാ നാശത്തിനും ഒരു കാരണം ഉണ്ടാകുമല്ലോ, എന്തിനും ഒരു നിമിത്തമെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM നയിക്കുന്ന LDF 2026 അധികാരത്തിൽ വരില്ല, UDF ആയിരിക്കും അധികാരത്തിൽ വരുന്നത് എന്നുള്ള തരത്തിലുള്ള നിരീക്ഷണവും സർവേയും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഈ അവസരത്തിൽ CPM-നുണ്ടാകാൻ പോകുന്ന ഒരു പതനത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പതനം ഉണ്ടാകുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള കാരണം ഉണ്ടാകും എന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതാണ്. CPM പലതരത്തിലുള്ള PR നാടകങ്ങളും കളിച്ച് എല്ലാം തന്നെ ഈ തവിട് പൊടിയായി മാറുന്നു. CPM-നകത്ത് തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരാണ് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അവരൊക്കെ തന്ത്രങ്ങൾ മെനയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ മെനയും. ഇത് ഏതെങ്കിലും PR ഏജൻസികളെ കാര്യമേൽപ്പിച്ച് ഈ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അത് പൊതുജന മധ്യത്തിൽ പരാജയപ്പെടുകയും അപഹാസ്യരായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ്. എന്തിന്, ദുര്യോധനനും സംഘവും ഈ പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് കയറിയപ്പോൾ ഉണ്ടായ ചില ഈ കോമാളിത്തരങ്ങളും അത് കണ്ട് പാണ്ഡവർ ആർത്തട്ടഹസിച്ച് ചിരിച്ചതും ഒക്കെ നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ വർണ്ണനയിലൂടെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ ഈ നേതാക്കന്മാരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവില് വീണ ജോർജ് കാണിച്ച തെരുവ് നാടകത്തിലൂടെ അതിനെ തുടർന്ന് ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും SFIക്കാർ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് ഇറങ്ങി. നമുക്കൊരിക്കലും പൊതുജന മധ്യത്തിൽ പറയാൻ കൊള്ളാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് KSUക്കാരെ ആക്രമിക്കുകയായിരുന്നു SFIക്കാര്. അതിന് കൊല്ലത്ത് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? നമ്മുടെ ഡോക്ടർ ചിന്തോ ജെറോം, കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തത്. അവിടെ ചിന്തോ ജെറോമിന് ഡോക്ടറേറ്റ് കൊടുത്തതോടുകൂടിയാണ് നമുക്ക് ഈ കേരള സർവകലാശാലയിലുള്ള വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് സർവകലാശാലയിൽ നിന്നെങ്ങാനും ആയിരുന്നു ഈ ചിന്തോ ജെറോം ഡോക്ടറേറ്റ് എടുത്തിരുന്നു എങ്കിൽ, അപ്പോൾ സുകുമാർ അഴീക്കോട് ജീവിച്ചിരിക്കുകയായിരുന്നു എങ്കിൽ അഴീക്കോട് മാഷ് തൻ്റെ ഈ ബിരുദങ്ങളും തൻ്റെ ഡോക്ടറേറ്റും എല്ലാം കൊണ്ട് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ തിരികെ ഏൽപ്പിക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള ഈ വിവരമില്ലാത്ത തരത്തിലുള്ള തീസിസിന് ഡോക്ടറേറ്റ് സമർപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അങ്ങനെ എന്തെല്ലാം വിവാദങ്ങളിൽ പെട്ട ഒരു നായികയായിരുന്നു ചിന്തോ ജെറോം. ചിന്തോ ജെറോം ആണ് മുദ്രാവാക്യം വിളിച്ചതിന് നേതൃത്വം കൊടുത്തത്. എന്തിന്? സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യമാണ് അവിടെ നഗരവീഥികളിൽ മുഴങ്ങിയതും. നമുക്കറിയാം, അച്ഛനില്ലാത്ത നേരത്ത് ബാക്കി നമുക്ക് പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുള്ള മുദ്രാവാക്യമായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടോ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി, കേരളത്തിന്റെ സാംസ്കാരിക നായകൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന, കേരളത്തിന്റെ രണ്ടാമത്തെ മുണ്ടശ്ശേരി സ്വയം പറഞ്ഞു നടക്കുന്നു, രണ്ടാം മുണ്ടൻ എന്ന് പറഞ്ഞു നടക്കുന്ന MA ബേബി പറയുകയാണ് ചിന്തോ ജെറോം യാതൊരു തരത്തിലുള്ള ദോഷകരമായ മുദ്രാവാക്യം വിളിച്ചില്ല എന്ന്. ഇത് തന്നെയാണ് പാർട്ടിക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ നാശം. ചിന്തോ ജെറോമിനെ കുണ്ടറയിലോ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലോ മത്സരിപ്പിക്കാനായിട്ട് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ദോഷം കേരളത്തിലെ മറ്റ് 139 മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, CPM-ന്റെ ഇത്തരത്തിൽ മുഖം വികൃതമായി കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? തിരുവനന്തപുരം കോർപ്പറേഷൻ ദീർഘകാലമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെ അത് കൈവിട്ടു? അതിന്റെ ഒറ്റ കാരണം ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. നിങ്ങൾ വളരെ ഒരു പക്വതയില്ലാത്ത ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് മേയർ സ്ഥാനത്തേക്ക് ഇരുത്തി അതിലൂടെ തിരുവനന്തപുരത്ത് കാണിച്ച കൂട്ടിയ കോപ്രായങ്ങൾ, പാവം പിടിച്ച ഒരു KSRTC ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെടുത്തി, അതുപോലെ തന്നെ ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചു, പിൻവാതിൽ നിയമനം നടത്താനായിട്ട് സഖാക്കന്മാരുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടു. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ്. ഇത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കേരളം മുഴുവൻ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിന. അങ്ങനെ എന്തു പറ്റി? തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കുടുംബയോഗങ്ങളിൽ പോലും ആര്യ രാജേന്ദ്രനെ പങ്കെടുപ്പിച്ചില്ലല്ലോ. കുടുംബയോഗത്തിൽ പോലും പങ്കെടുപ്പിച്ചാൽ ആ സമയം തന്നെ 100 വോട്ട് മാറിപ്പോകും. ഇത് പാർട്ടി മനസ്സിലാക്കി.
ഇവിടെ നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് വണ്ടി കയറ്റി. കോഴിക്കോട്ടേക്ക് വണ്ടി കയറ്റിയത് എന്തുകൊണ്ട്? കണവന്റെ വീട് അവിടെയാണല്ലോ. ബാലുശ്ശേരി MLA സച്ചിൻ ദേവ് അല്ലേ, അവിടെ കൊണ്ടിറക്കി. സച്ചിൻ ദേവിനും അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം തിരുവനന്തപുരത്ത് നട്ടാപ്പാതിരയ്ക്ക് KSRTC ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കി വിട്ട് ഡ്രൈവറോട് മോശമായി സംസാരിച്ച് ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെടുത്തിയത് കേരളം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ ഇതിന് സച്ചിൻ ദേവും നേതൃത്വം കൊടുത്തു. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ നോക്കിയിരിക്കുകയാണ്. ഇവിടെ മേയറെ ഒതുക്കിയതുപോലെ തന്നെ അവിടെ സച്ചിൻ ദേവിനെ പരാജയപ്പെടുത്താനും ഇത് കേരളത്തിലെമ്പാടും. അപ്പൊ ഈ രണ്ട് വനിതകളിലൂടെ CPM-ന് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ആര്യ രാജേന്ദ്രനെ കൊയിലാണ്ടിയിൽ മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടി. ഇത് കൊയിലാണ്ടിയിലെ പരാജയം മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്, മറ്റിടങ്ങളിൽ പോലും. CPM എപ്പോഴും ഈ പുതുമുഖങ്ങളെ കൊണ്ടുവരും, വനിതാ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരും. അതൊക്കെ മറ്റു പാർട്ടികളിൽ നിന്ന് വിഭിന്നമാണ്, മറ്റു പാർട്ടിക്കാർക്ക് മാതൃകയാക്കാവുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരുമ്പോൾ ആര്യ രാജേന്ദ്രനെയും ചിന്തോ ജെറോമിനെയും മത്സരിപ്പിക്കാൻ ഇറക്കിക്കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് തന്നെ പരാജയം ഉറപ്പാക്കാവുന്ന കാര്യമാണ്. എതിർ പാർട്ടിക്കാർക്ക് നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ മതി. ഇതുപോലെ തന്നെയാണ് ഇരിങ്ങാലക്കുടയിൽ മന്ത്രി ബിന്ദു കൊച്ചമ്മയും മത്സരിപ്പിക്കാൻ ഇറക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും അക്കൂട്ടത്തിൽ പറയട്ടെ, അതും രാവിലെ 8 മണിക്ക് തന്നെ പരാജയം ഏറ്റുവാങ്ങാവുന്നതാണ്. എന്തായാലും വീണ ജോർജിന്റെ നാടകത്തിലൂടെ കേരളത്തിനുണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ CPM-ന്റെ വലിയൊരു പതനമാണ്. CPM നിർത്താൻ പോകുന്ന ഈ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വലിയ പരാജയത്തിലേക്ക് പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അന്ന് ആര്യ രാജേന്ദ്രൻ ഇത്തരത്തിലുള്ള ധിക്കാരവും ധാർഷ്ട്യവും ഒക്കെ തിരുവനന്തപുരത്ത് കാണിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി വിലക്കിയില്ല. അന്ന് രാജി വാങ്ങിച്ച് പുറത്തിറക്കി വിട്ടിരുന്നുവെങ്കിൽ CPM-ന് മുഖം രക്ഷിക്കാമായിരുന്നു. ഇതുപോലെ തന്നെയാണ് ചിന്തോ ജെറോമിന്റെ കാര്യത്തിലും. ആ ചിന്തോ ജെറോമിനെ ലക്ഷങ്ങൾ കൊടുത്ത് യുവജന കമ്മീഷൻ അധ്യക്ഷയായിട്ട് ഇരുത്തി. എന്താണ് ഉണ്ടാക്കിയത്? എന്ത് കാര്യം യുവജന കമ്മീഷൻ ഉണ്ടാക്കി? സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി പോവുകയാണ് ചെയ്തിട്ടുള്ളത് ചിന്തോ ജെറോം. അപ്പൊ ഇതൊക്കെ പാർട്ടിക്ക് ദോഷകരമായിട്ടുള്ള വ്യക്തികളാണ്. ഇവരെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. നോക്കിയും കണ്ടും ചെയ്താൽ അത് പാർട്ടിക്കും നന്നായിരിക്കും.